ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ലോ എനർജി ഹൈ പ്രൊഡക്റ്റീവ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് സമയം കളയാണ്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടേബിൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് ആ വർക്ക് മോഡിലോട്ടേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഒതുക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ് എത്തിയപ്പോഴത്തേനും ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഇറങ്ങാനുള്ള എഡിറ്റ് ചെയ്ത് തീർത്തു. ഏതാ മൂഡ് ഗെറ്റിംഗ് മാഡ് ആക്ച്വലി. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ഇറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ പ്രീമിയർ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. വാട്സ്ആപ്പ് എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ? ആക്ച്വലി നമ്മൾ ഇതൊരു പൊന്മുടി വീഡിയോ ആയിട്ട് നമ്മൾ മേക്ക് ചെയ്യേണ്ടതായിരുന്നു. ഇന്നലെ പൊന്മുടി പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ചൊരു 3 വീഡിയോസൊക്കെ മേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ബട്ട് പെട്ടെന്ന് കുറച്ച് സിറ്റുവേഷൻസൊക്കെ വന്നിട്ട് നമുക്ക് തൊടുപുഴ വരെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോകേണ്ടി വന്നു. സോ ഇന്നലത്തെ ദിവസം എനിക്ക് വീഡിയോസോ കാര്യങ്ങളൊന്നും മേക്ക് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് നമ്മൾ റീസെൻറ്റ് വീഡിയോസിൽ പറഞ്ഞ മാതിരി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഒരു ദിവസം ഒരു 3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും, ഒരു 6 മിനിറ്റ് ലെങ്ത് ഉള്ള. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺസിസ്റ്റൻസി വരും. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ബിൽഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ബേസിക്കലി മൈൻ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും കുറേ കാര്യങ്ങൾ കാണിച്ചു തന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടി പറ്റും. സോ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പുഷ് ചെയ്യണം. ആൻഡ് അതിൻ്റെ പ്ലാനിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 11 കാലമായി. ആൻഡ് കുറച്ച് വീഡിയോസ് മേക്ക് ചെയ്യാനുണ്ട്. എൻ്റെ ഷോർട്സിൻ്റെ സ്റ്റോക്ക് തീർന്നു. സോ എനിക്ക് കുറച്ച് ഷോർട്സ് മേക്ക് ചെയ്യാനുണ്ട്. ആൻഡ് അത്രയും വീഡിയോസ് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വേണം നെക്സ്റ്റ് കാര്യങ്ങൾ റെഡിയാക്കാൻ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ലോ എനർജി ഹൈ പ്രൊഡക്റ്റീവ് ആയിരിക്കും. എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും അത്ര എനർജി പാക്ഡ് ആയിട്ടുള്ള ഡേയ്സ് ഒന്നും ആയിരിക്കത്തില്ല. എനർജി ഉണ്ട്, ബട്ട് ആ എനർജി നമ്മൾ പ്രിസർവ് ചെയ്ത് കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റീവ്നെസ്സിലോട്ടേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പോവാം. ആക്ച്വലി ദിസ് ഈസ് മൈ റൂം. ഓക്കെ, എൻ്റെ ഡോഗിയാണ് റേച്ചുവിടെ ഒരു പ്ലേസാണിത്. റേച്ചുവിനെ അവിടെ കിടന്ന് പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണും. ആൻഡ് ബേസിക്കലി ഇതാണ് മുറിയൊക്കെ കുറച്ച് ബെസ്റ്റാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു കസേരയിൽ മിക്കപ്പോഴും എൻ്റെ അലക്കിയ ഡ്രസ്സായിരിക്കും വരുന്നത്, അധികം ടൈം കിട്ടാറില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്. തൽക്കാലം ഇത് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കണം. ഒരു അലമാരിയുണ്ട്. പിന്നെ ഇവിടെയാണ് മിക്കപ്പോഴും ഞാൻ വീട്ടിലുള്ള ടൈമിൽ. ഇന്ന് ആക്ച്വലി കുറച്ചധികം പണികളുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒരു ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോണ്ടന്റ് കലണ്ടർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചധികം കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കോണ്ടന്റ് എല്ലാം എനിക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കോണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യണം. പിന്നെ 1-2 കാര്യങ്ങൾക്ക് കൂടെ തീരുമാനം എടുത്തിട്ട് വേണം ബാക്കി നമ്മുടെ നെക്സ്റ്റ് പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി. എത്രയും പെട്ടെന്ന് സമയം കളയാണ്ട് ഫസ്റ്റ് നമുക്ക് നമ്മുടെ ടേബിൾ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്ത് ആ വർക്ക് മോഡിലോട്ടേക്ക് കയറാം. ഓക്കെ, അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഈ സൈഡ് നോക്കണ്ട, ഇവിടെ കുറച്ച് മെസ്സേജ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊന്നും നടക്കത്തില്ല. അതൊരു വലിയ ഫാക്ടറാണ്. സമയം 11:50 ആയിരിക്കണം. ഇനി ഒരു 2 മണി വരെ ഇവിടെ നിന്ന് എണീക്കേണ്ടത് ഡീപ്പ് വർക്ക്. 11:50 അല്ലേ? 11:40. നമുക്ക് ഏകദേശം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടൈം വർക്ക് ചെയ്യാൻ വേണ്ടി കിട്ടും. ഈ ഒരു ടൈമിൽ ഒരു 3 ലോങ് ഫോം വീഡിയോ തീർക്കണം. കുറച്ച് ഷോർട്ട് ഫോം വീഡിയോ കൂടെ തീർത്ത് ആ 3 ലോങ് ഫോം വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്തിടണം. അതാണ് നമ്മുടെ ടാസ്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി വേറെ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. കംപ്ലീറ്റ്ലി ഡീപ്പ് വർക്ക്. ബേസിക്കലി ദിസ് ഈസ് മൈ ലൈഫ് ആക്ച്വലി റൈറ്റ് നൗ. കാണാൻ പറ്റുന്നുണ്ടോ? വർക്ക്, ബിൽഡ്, റിപ്പീറ്റ്. ഓട്ടോ ഫോക്കസ് ആവണ്ടല്ലേ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, കാര്യങ്ങൾ ഇരുന്ന് ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ
ആദ്യത്തെ 15 മിനിറ്റ് എത്തിയപ്പോഴത്തേനും ഫസ്റ്റ് വീഡിയോ ഇറങ്ങാനുള്ള എഡിറ്റ് ചെയ്ത് തീർത്തു. ആൻഡ് ഞാൻ ഇനി ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഷോർട്ട് വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഷോർട്ട് വീഡിയോയിലോട്ടേക്ക് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയുള്ള വീഡിയോസ് വരുമ്പോഴത്തേനും ഓരോരോ നെസ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് ആണല്ലോ, മീൻസ് ചെറിയ ടൈമിൽ ഉള്ള വീഡിയോസാണ്, 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോസ് ആണല്ലോ നമ്മളിനി അങ്ങോട്ടേക്ക് ചെയ്യാൻ മാക്സിമം ഉദ്ദേശിക്കണേ. 6 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 8 ഒക്കെ ആയിന്ന് വരും, 8 ആയിക്കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയരുത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ റീസൺ വീഡിയോ എന്താണ് എന്നുള്ളൊരു കാര്യം കൊടുക്കുക, ബാക്കിൽ നെക്സ്റ്റ് വീഡിയോയുടെ ഒരു ടീസറും കൊടുക്കുക. അപ്പം ഞാൻ ആലോചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മെയിൻ വീഡിയോ എഡിറ്റ് ചെയ്ത് തീരുമ്പോൾ തന്നെ അതിന് വേണ്ടിയുള്ള ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ക്ലിപ്പ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ ആ കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുമ്പോഴത്തേനും നമുക്ക് അടുത്ത വീഡിയോയിലോട്ടേക്ക് ഇടാനുള്ളതാവും. ആ സാധനം നേരെ വേണമെങ്കിൽ ഫ്രെയിം സൈസ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് കൊണ്ടുപോകാം. എങ്ങനെയുണ്ട് ഐഡിയ? ഒരു വെടിക്ക് 2 പക്ഷിയാണ്. അത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു BGM സെലക്ട് ചെയ്തെടുക്കണം, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതും കുറച്ച് പടിയുള്ള പരിപാടിയാണ്. പിന്നെ കുറച്ച് ട്രാൻസിഷൻ എഫക്ട്സും കൂടെ സെറ്റ് ചെയ്താലും ഞാൻ ആലോചിക്കാം. അപ്പോൾ അധികമൊന്നുമില്ല, റോ വീഡിയോ, സ്മോൾ BGM, ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസിഷൻ എഫക്റ്റ്, അധികം എഡിറ്റൊന്നും വരുന്നില്ല. വേണമെങ്കിൽ ബേസിക് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കൊടുക്കാം. പക്ഷേ കളർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് എല്ലാ ഫ്രെയിമിലും സെയിം ലൈറ്റ് അല്ലാത്ത കാരണം അത് ചിലപ്പോൾ കുറച്ച് പണിയാവാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ മാത്രം മതി. ഇപ്പോൾ എല്ലാണ്ട് ഐഫോണിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ. സോ 15 minutes എന്നുള്ള 17 minutes 22 seconds ആയി. ലെറ്റ് മീ ഗോ ടു നെക്സ്റ്റ് വീഡിയോ. ആൻഡ് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമുക്ക് മേക്ക് ചെയ്യണം. ഗ്രേറ്റ് അല്ലേ? സമയം 11:59. 11:40 നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 11:60 ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് 12 മണിയാവുന്നു. ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ലെറ്റ്സ് മൂവ്. ബൈ. അങ്ങനെ 1:51 മറ്റേ ടൈമർ വെച്ചിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്കൂർ 8 മിനിറ്റ് 25 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കോള് വരുന്നുണ്ടല്ലോ. ഷീറ്റ്, അത് പോട്ടെ. 25 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എന്തായി? 3 വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഈ 3ാമത്തെ വീഡിയോ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോ ഇറങ്ങണതിന് തൊട്ട് മുന്നത്തെ വീഡിയോ. ഇനി എനിക്കുള്ളൊരു ഡൗട്ട് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ ഞാൻ ഒറ്റ ദിവസം തന്നെ 3 വീഡിയോ പോസ്റ്റ് ചെയ്യണോ, അതോ ഒരു ദിവസം 2 വീഡിയോ വെച്ചിട്ട് പോസ്റ്റ് ചെയ്യണോ? അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യണ വീഡിയോ ഇല്ലേ, ആ വീഡിയോയുടെ തൊട്ട് മുന്നേ ഒരേ ദിവസം തന്നെ നമുക്ക് മറ്റേ വീഡിയോയും പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് ഈ ഒരു 3 വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു വീഡിയോ. ഞാനപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് ചിന്തിച്ചിട്ട് വരട്ടെ. ഇവിടെ നല്ല മഴയുണ്ടോ? നല്ല മഴ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിൽ ഒരാൾ കാഴ്ചയും കണ്ടുകൊണ്ടിരിക്കണ കണ്ടില്ലേ? നോക്കിക്കേ, ഏതാ മൂഡ്. ആൻഡ് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ലോങ് വീഡിയോസും എഡിറ്റ് ചെയ്ത് തീർക്കുക, അത് കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോസും തീർക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം നിലവിൽ നിന്നുണ്ട്, സാധിച്ചില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം 2 മണിയായി. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വർക്കിലോട്ടേക്ക് പോകുന്നു, അതോ കുറച്ച് ഷോർട്ട് വീഡിയോസും കൂടെ മേക്ക് ചെയ്യണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇതിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോസ് അത് ഞാൻ നോക്കുന്നു. ഈ ഒരു വീഡിയോയുടെ ഷോർട്ട് വീഡിയോസ് നമുക്ക് എങ്ങനെയാണെങ്കിൽ ഈ കൂടെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാനില്ല. അപ്പോൾ അധികം ഷോർട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. 3 വീഡിയോയിലും ഓരോ ഷോർട്ട് വീഡിയോ വെച്ച് മേക്ക് ചെയ്ത് അവസാനത്തെ വീഡിയോയിൽ 2 വീഡിയോ മേക്ക് ചെയ്യാനുള്ളതുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ചെയ്തിട്ട് ഇനി വരാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാൻ. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പം 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് 2 മണിയാവും. ഒരു 2:45 ആകുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു സെറ്റ് വർക്ക് തീരാനുള്ള സാധ്യതയുണ്ട്. നോക്കാം. ഇനി ഞാൻ അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ഞാൻ ഈ പ്രീമിയർ പ്രോ
മാറ്റാൻ പോകും. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രീമിയർ പ്രോ ആണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ക്രാഷ് ആവുക. ഞാനിപ്പം 2023 മോഡൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോഡലിന് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരു രക്ഷയില്ല, എനിക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ വന്ന സമയം ഇപ്പോൾ 20 മിനിറ്റായി. ഈ ഒരു 3 വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോഴും ട്രൈ ആക്കിക്കൊണ്ടിരിക്കുക. ഒരു വീഡിയോ എക്സ്പോർട്ടായി, ഇപ്പോഴത്തെ അടുത്ത വീഡിയോ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡാവൻസി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സാധനത്തിൽ ഇനിയിപ്പോൾ കുറേ പുതിയൊരു സോഫ്റ്റ്വെയറിലോട്ടേക്ക് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറേ പഠിക്കാനുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഷോർട്സും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇനി പ്രീമിയർ പ്രോ മാക്സിമം യൂസ് ചെയ്യുന്നില്ല. എൻ്റെ സമയത്തിൻ്റെ വലിയൊരു പങ്ക് ഈ ഒരു പ്രീമിയർ പ്രോ ഇപ്പോൾ നിലവിൽ പ്രീമിയർ പ്രോ എന്ന് വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് പോകുന്നുണ്ട്. നമുക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേന് ടൈമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഭ്രാന്താക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനും മിക്കവാറും ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിലവിലിപ്പോൾ നിൽക്കുന്നുണ്ടാവില്ല. അടുത്ത കുറച്ച് കാര്യങ്ങളിലോട്ടേക്ക് പോവുമായിരിക്കാം. എന്നെ അത് കഴിഞ്ഞിട്ട് എന്താക്കാമെന്ന് നോക്കാം. ഗെറ്റിംഗ് മാഡ് ആക്ച്വലി. കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും എഡിറ്റിങ്ങിലോട്ടേക്ക് പോകുന്നുള്ളൂ. സമയം പോകുന്നു ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല. ഇതുണ്ടോ, നമ്മൾ കുറച്ച് നേരം മുന്നേ പൊട്ടടിക്കണം. ഇതെന്തുകൊണ്ടാണ് എന്നറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാ. ഇത് നമുക്ക് മാറ്റാൻ പറ്റുമോ നോക്കിയിട്ട്. ഞാൻ നോക്കിയിട്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. നമുക്ക് മൊത്തത്തിൽ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻസൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ എന്ത് കഷ്ടമാണ് നോക്കണേ. കാരണം ഞാൻ ആക്ച്വലി പ്രീമിയർ പ്രോയിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് പഠിച്ചത്. ഇനിയിപ്പോൾ പുതിയൊരു സോഫ്റ്റ്വെയറിലോട്ടേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് അത്രയും ഹാർഡാണ്. ഈ അഡോബി പോലത്തെ ഇത്രയും വലിയൊരു ബ്രാൻഡ് ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഷ്ടം തന്നെയല്ലേ. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ചെയ്യണ കൈൻഡ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല. നോക്കുവാണ് ഞാൻ, കാരണം ഓരോരോ കാര്യങ്ങൾ ട്രൈ ആക്കി പോവാണ്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ, അതായത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിൽ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. കാരണം കോണ്ടന്റ് റെപ്പിറ്റേഷൻ നമുക്ക് വരുത്തണ്ട. ഈ ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും ഞാൻ വീഡിയോസ് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത്, ഏതാണ് പോകുന്നതെന്നൊക്കെ ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ സംസാരിച്ചു എന്ന് തോന്നുന്നു. മാക്സിമം എൻഗേജിങ് ആകാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഈ ഒരു വീഡിയോ ആണെങ്കിൽ പോലും എത്രത്തോളം ലെങ്ത് വരുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല. ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്യണതനുസരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തിടാം. ഒരു ദിവസം ഒരു 3 വീഡിയോ ഒക്കെ ആക്കിയിടുമ്പോഴത്തേനും നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് ലാഗ് അടിക്കണ പോലെ ഒന്നും ഫീൽ ആവത്തില്ലല്ലോ. അതാണ് എൻ്റെ പ്ലാൻ. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേനും എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ മേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്തുന്ന ആ പ്രോസസ്സിലായിരിക്കും ടൈറ്റിൽ മേക്ക് ചെയ്യാൻ പാടെ. പിന്നെ തംബ്നെയിൽസ് മേക്ക് ചെയ്യുക, അതും ഒരു ടാസ്ക് ആണ് ആക്ച്വലി. സോറി, തംബ്നെയിലല്ല, ഡിസ്ക്രിപ്ഷൻ മേക്ക് ചെയ്യുന്നത് ഒരു ടാസ്ക് ആണ്. ഡിസ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ ഞാൻ കോമൺ ആയിട്ടൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുത്ത് വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എപ്പോഴന്മാരെ ഇതൊക്കെ എത്തിച്ചേരുമെന്ന്. എന്തായാലും നമുക്ക് ഫുൾ ത്രോട്ടിൽ നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുക, മണി മേക്ക് ചെയ്യുക, നെക്സ്റ്റ് കാര്യങ്ങളിലോട്ടേക്ക് പോകുക, അത്രേ ഉള്ളൂ. എന്തായാലും ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്നൊന്ന് പുറത്തിറങ്ങി അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം പറഞ്ഞു കഴിഞ്ഞാൽ 2:50 ആയിരിക്കണം. 11:40 11:50 ആ ടൈമിലും കണ്ടാൽ നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് വർക്കിന് വേണ്ടി കയറിയത്. ഞാൻ ആ 3 വീഡിയോ ഇതുവരെ എക്സ്പോർട്ട് ചെയ്ത് തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ പ്രീമിയർ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി പോയി, എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതായത് പുതിയ ലാപ്പ് എടുത്തതിന് ശേഷം വർക്കെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ ഈ എക്സ്പോർട്ടിൻ്റെ സീന് അത് ഭയങ്കരമായിട്ട് ടൈം വലിച്ചുകൊണ്ടിരിക്കുക. ഒരു ടൈമിൽ നമ്മൾ കുറച്ചധികം ഷോർട്സ് എഡിറ്റ് ചെയ്ത് തീർക്കേണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് എന്തായാലും ഇങ്ങനെ ഡാമേജിലിട്ടായിരിക്കും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകണേ. ഞാൻ അങ്ങോട്ടേക്ക് പതിയെ ഡാമേജിലോട്ടേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം.
ഇതാകുമ്പോൾ ഇത്രയും വള്ളി ഇല്ല. ഞാൻ കുറേ അന്വേഷിച്ച്. പ്രീമിയർ ഭയങ്കര ഷോക്കാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പടിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വോക്കിയുടെ ഇടയിൽ? അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് പറ. എന്താ രസമല്ലേ ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഞാൻ അധികം വലിച്ചൊന്നും നീട്ടുന്നില്ല.